ദ ഹോൾ തിങ് ഈസ് ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലൊരു സാധനമാണ്. ആൻഡ് അതിൻ്റെ അകത്തൊരു കോൺസെപ്റ്റ് തന്നു ആൻഡ് അതിനെ നമ്മൾ ബിൽഡ് ചെയ്യുക. ദാറ്റ് വാസ് എ ന്യൂ പ്രോസസ് ഫോർ അസ്. ആൻഡ് തിയേറ്റർ എന്നുള്ളൊരു പെർഫോമൻസ് ആയതുകൊണ്ട് ലൈക്ക് നോർമലി വി ആർ ഡാൻസേഴ്സ്, ബട്ട് അത് തിയേറ്റർ പെർഫോമൻസ് ആക്കി മാറ്റുമ്പോൾ അതിൻ്റെ രീതിയിൽ തിങ്ക് ചെയ്യുക, നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുക, നമുക്ക് ഒരു പുതിയൊരു വേ ഓഫ് തോട്ട്സ്, പുതിയൊരു വേ ഓഫ് എന്താ പറയുക, നമ്മൾ കണ്ടത് പലതും ടോട്ടലി പുതിയതായിട്ട് തോന്നി. ഫോർ ദ ഓഡിയൻസ് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അവർക്കൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ ഒരു ഹോൾ ഐഡിയ, നമ്മുടെ എന്തായിരുന്നു ഒരു ഐഡിയ മനസ്സിലുള്ളത് നമുക്ക് വിഷ്വലി നമുക്ക് കാണിക്കാൻ പറ്റും. ആൻഡ് അത് ത്രൂ ഡാൻസിലൂടെ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും, അതിൻ്റെ ഒരു ഹാപ്പിനെസ് എപ്പോഴും ഒരുപടി മുകളിലായിരുന്നു. അപ്പോൾ അവരാണ് ഏറ്റവും ലക്കി. ലൈക്ക് ഞങ്ങൾക്ക് പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അത് അവർ ഈ പറഞ്ഞ ലൈറ്റിലാണെങ്കിലും കോസ്റ്റ്യൂമിലൊക്കെ വരുമ്പോൾ ഫുൾ സെറ്റായിട്ട് വരുമ്പോൾ അവർക്കാണ് അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടുന്നത്. സോ അവരാണ് ഏറ്റവും കൂടുതൽ ലക്കി. നമുക്കൊന്നും കാണാൻ പറ്റില്ല അത്. കുറേ വർഷങ്ങളായിട്ട് എല്ലാവരും തന്നെ കണക്റ്റഡ് ആണ്. നമ്മൾ ബാറ്റിൽസിനാണെങ്കിലും കൊറിയോ കോമ്പറ്റീഷൻസ് അങ്ങനെയുള്ള പല സ്റ്റേജസിലും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. ബട്ട് നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുമിച്ച് ഇത്ര ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഒരൊറ്റ പോയിന്റ് ഓഫ് വ്യൂ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമുക്ക് പോലും ആ ഒരു പ്രോസസ്സിനെ ഇപ്പോഴും ഡൈജസ്റ്റ് ആവുന്നില്ല, എങ്ങനെയായിരുന്നു ഇതിലോട്ട് എത്തിയെന്നുള്ളത്. ബട്ട് ഭയങ്കര ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ലൈക്ക് ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഇവൻറ്റ്. ഹ്യൂജ് താങ്ക്സ് ടു ലേസ് വുമൻ. അവരാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത്. സോ നമുക്ക് ഭയങ്കര സന്തോഷം അതിലൊരു ഭാഗമാകാൻ പറ്റി. ഇനിയും അങ്ങോട്ടേക്ക് നല്ല ഇതേപോലത്തെ ഗാദറിംഗ് പ്രോഗ്രാംസ് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.